അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുത്ത് ഹബീബിനോട് സലാം പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിയത് 45 പേര്. അതിലൊരാളാണ് രക്ഷപ്പെട്ടത്. കുടുംബം മുഴുവനും മരണപ്പെട്ടിട്ടും ഷുഹൈബ് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു അത്ഭുതകരമായി. അതാണ് എല്ലാവരും അത്ഭുതമായി കാണുന്നത്. ഏവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ നമ്മൾ കേട്ടത്. മദീനയിൽ വെച്ച് ഉംറ ബസ് കത്തി. ആ ഒരു വാർത്ത കേട്ടതും നമ്മളൊക്കെ ഷോക്കായി പോയിട്ടുണ്ട്. ആളുകളെ പരസ്പരം തിരിച്ചറിയാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഷുഹൈബ് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിഞ്ഞപ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടത്. എല്ലാവരും പടച്ച റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു ഉറക്കത്തിലായിരുന്നു. അതിൽ ഷുഹൈബ് മാത്രം ഉറങ്ങിയില്ല. ഷുഹൈബിൻ്റെ മാതാവും പിതാവും ഈ അപകടത്തിൽ മരണപ്പെട്ടു. അത്ഭുതകരമായിട്ടാണ് ഷുഹൈബ് രക്ഷപ്പെട്ടത്. ഡ്രൈവറുടെ അരികിലായിരുന്നു ഷുഹൈബിൻ്റെ ഇരിപ്പിടം. അപകടം നടക്കുന്ന സമയം വരെ ഷുഹൈബ് ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരുന്നു. ബാക്കി എല്ലാവരും ഉറക്കത്തിലായിരുന്നു. മക്കയിൽ നിന്നുള്ള ചിത്രങ്ങൾ, പുണ്യസ്ഥലങ്ങളിലെ വീഡിയോകൾ, സഹതീർത്ഥാടകരൊപ്പമുള്ള സെൽഫികൾ എന്നിവ ഉൾപ്പെടെയുള്ള തീർത്ഥാടനത്തെക്കുറിച്ചുള്ള സന്തോഷകരമായ അപ്ഡേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദുരന്തത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് ഷുഹൈബ് പോസ്റ്റ് ചെയ്തത് ഷുഹൈബിൻ്റെ അവസാന ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. ഡ്രൈവറുടെ അടുത്തുള്ള സീറ്റിൽ നിന്നും മുന്നിലുള്ള റോഡ് റെക്കോർഡ് ചെയ്ത ആ ഒരു വിഷ്വൽസ്, അതാണ് ഷുഹൈബ് അവസാനമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ അത് അവസാനത്തതാകുമെന്ന് ഷുഹൈബോ കൂടെയുള്ളവരോ ആരും കരുതിയിട്ടുണ്ടാവില്ല. പടച്ചറബിൻ്റെ കലാകാണ് മരണം. പ്രിയപ്പെട്ടവരെ, പടച്ചറബ് നമുക്ക് നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ. ചില മരണങ്ങൾ അവർക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നല്ലതായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്. അവർക്കവിടെ സ്വർഗീയ പൂങ്കാവനം തുറന്നു വെച്ചിട്ടുണ്ടാകും. ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ് പിരിഞ്ഞതല്ലേ. ഷുഹൈബ് കുടുംബത്തോടൊപ്പം ഉംറ നിർവഹിക്കണമെന്ന് നേരത്തെ എടുത്ത തീരുമാനമായിരുന്നു. മാസങ്ങളായി ഇതിൻ്റെ പിറകിലായിരുന്നു കുടുംബം. അങ്ങനെ സൗദിയിലെത്തുകയും ചെയ്തു. എന്നാൽ ടാങ്കറുമായുള്ള കൂട്ടിയിടിയിൽ എല്ലാം അവസാനിക്കുകയായിരുന്നു. 45 പേരാണ് മരണപ്പെട്ടത്. അധികവും ഹൈദരാബാദും തെലങ്കാന സ്വദേശികളും. ഇതിൽ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകളുമുണ്ട്. പരസ്പരം മനസ്സിലാകാത്ത രീതിയിൽ കത്തി ചാമ്പലായിരിക്കുന്നു. ഷുഹൈബ് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അറിയണ്ടേ? ഷുഹൈബ് ഏറ്റവും മുന്നിലെ സീറ്റിലായിരുന്നു ഡ്രൈവറോടൊപ്പം ഇരുന്നത്. എല്ലാവരും ഉറങ്ങുമ്പോഴും ഷുഹൈബ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഈ ഒരു കൂട്ടിയിടി ഉണ്ടായിരുന്നത്. തീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഷുഹൈബ് ബസ്സിൻ്റെ വിൻഡോറിലൂടെ ഡ്രൈവറോടൊപ്പം ചാടുകയായിരുന്നു. അങ്ങനെയാണ് ഷുഹൈബ് രക്ഷപ്പെട്ടത്. നല്ലോണം പൊള്ളലേറ്റിട്ടുണ്ട്. സൗദിയിലെ ജർമ്മൻ ആശുപത്രിയിൽ ICUയിൽ കഴിയുകയാണ് ഷുഹൈബ്. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ, ആമീൻ. 23-കാരനായ ഷുഹൈബ് ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കുകയും വേണ്ടതൊക്കെ നോക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ പൊള്ളലേറ്റ മുറിവുകളിൽ ബാൻഡേജുകൾ കൊണ്ട് മൂടി ആശുപത്രിയിൽ കിടക്കയിലാണ്. ഷുഹൈബിന് വേണ്ടി പ്രാർത്ഥനയിലാണ് നാടും നാട്ടുകാരും സുഹൃത്തുക്കളും. പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനോടകം ഒരു സങ്കട വാർത്ത കൂടിയുണ്ട്. ഈ ഒരു പൊന്നുമോൻ്റെ മരണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രോഗാവസ്ഥയിലും ഏറെ പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കി നമ്മുടെ പൊന്നുമോൻ അഫ്രാഹ് മരണപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ട വിവരം നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ആ പൊന്നുമോന് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ. പൊന്നുമോൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പ്രതീക്ഷകളിലായിരുന്നു ആ പൊന്നുമോൻ്റെ ജീവിതം. ചികിത്സാ ചിലവായ 48 ലക്ഷം രൂപ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പിരിവിലൂടെ സംഘടിപ്പിച്ചതായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു വാർത്ത കേട്ടത്. ആ പൊന്നുമോൻ്റെ പാപമോചനത്തിനായി എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ് മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.